തിരികെ സ്വാഗതം എല്ലാ പ്രേക്ഷകരും. ഞാൻ നമ്മുടെ യൂട്യൂബിലെ കമന്റൊക്കെ നോക്കുകയായിരുന്നു. പൊരിഞ്ഞ പോരാട്ടമാണ് യു.ഡി.എഫ് വരും LDF-ഉം. യു.ഡി.എഫിന് ഇത്ര സീറ്റാണ് കിട്ടുക, LDF-ന് ഇത്ര സീറ്റാണ് കിട്ടുക. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഫലം വരുന്ന ദിവസം മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ മിന്നൽ പിണറായി എന്ന് തലക്കെട്ടിടാം. ഇങ്ങനെയുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും മാത്രമല്ല, നാടിന്റെ മുക്കിലും മൂലയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് ചർച്ചകളാണ്. അഭിപ്രായങ്ങൾക്കും ആവേശത്തിനും ഒട്ടും കുറവില്ല. ചേർത്തല ജോയ് ഷോപ്പിലും ഒരു സ്പെഷ്യൽ രാഷ്ട്രീയ വേദി റെഡിയായി കഴിഞ്ഞു. അടിച്ച് ഫിറ്റായ ചേട്ടന്മാർക്ക് ചിലത് പറയാറുണ്ട്. ഫിറ്റാകാതെ തന്നെ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനെത്തുന്ന ആമിനയും ശിശിരയും ഒട്ടും പിന്നിലുമല്ല. ഇങ്ങനെ എല്ലാവരുടെയും ശബ്ദം ചേർന്നാൽ എന്താകും ഫലം? ബുക്കി പോൾസ് നോക്കാം. രാവിലെ മുതൽ വെള്ളത്തിലാണോ? കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. ആലപ്പുഴക്കാരി എന്റെ ആലപ്പുഴക്കാരി കൊമ്മിയടിക്കണ പെണ്ണുങ്ങളുള്ളൊരു കൊമ്മാടിപ്പാലം. തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പൊ നമുക്ക് ട്രാക്ക് മാറ്റി കുറച്ചു നേരം ഒന്ന് പൊളിറ്റിക്സിലേക്ക് പോയാലോ? വെൽക്കം ടു ഒറ്റ വാക്കി പറയണം, ഉറക്കി പറയൂ. അല്ല, ഒറ്റ വാക്കി പറഞ്ഞാൽ പിണറായി ജയിക്കണമെന്ന് ആണ് നമ്മുടെ ആഗ്രഹം. മാറി മാറി ഭരിക്കണമാണ് എപ്പോഴും നല്ലത്. പിണറായി പാടില്ല. 85 വയസ്സായി മാറണ്ടേ? ഏത് പാർട്ടിയാ? ഞാൻ CPM. LDF അധികാരത്തിൽ വരണോ? വേണ്ട, ഞാൻ കോൺഗ്രസ് കൊടുക്കും. 10 മാർക്കിൽ പിണറായി വിജയൻ എത്ര മാർക്ക് കൊടുക്കും? ഞാൻ ഒരു മാർക്ക് കൊടുക്കല്ലോ. കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ കിടന്ന് കടവിറങ്ങിയതിന്റെ തഴമ്പാടായി വക്കച്ചന്റെ കയ്യില് ഇട്ടിട്ട് ഞങ്ങൾ ജയിപ്പിക്കോടാ. നീ എന്ത് ഇറങ്ങിപ്പോടാ? ഈ കാശ് കൊടുത്ത് ജയിപ്പിക്കുന്നൊക്കെ ജയിപ്പിക്കുമെന്നല്ല പറഞ്ഞത്. സുനാമി വന്ന് കൊറോണ വന്ന സമയത്തൊക്കെ അദ്ദേഹം ഇഷ്ടം പോലെ റേഷനറി നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞു. ശൈല ടീച്ചറിന്റെ പേര് പറഞ്ഞാൽ CPM ജയിക്കും. അമ്മാവൻ പറഞ്ഞതാ ശരി. പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ സ്വാമി, നല്ല മന്ത്രി. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഉമ്മൻചാണ്ടി പറയുമ്പോഴാണ് ഒരു വ്യക്തിയെ ജനിക്കഴിഞ്ഞ്. ചേട്ടൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണോ? ഞാനൊരു പാർട്ടിക്കാരനും വരും, പക്ഷെ എനിക്ക് ഇയാളില്ലേ, ഈ ചങ്കാർ ഉമ്മൻചാണ്ടി ചങ്കാർ. അഭിപ്രായമുണ്ട്. ഞാൻ BJP-ക്കാരനാണ്. കേരളത്തില് BJP ഇത്തവണ സീറ്റ് പിടിക്കോ? പിടിക്കില്ല. നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. പാലക്കാട് പിടിക്കും. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പിടിക്കും. കൊള്ളാം, എവനാള് കൊള്ളാം. കേരളം മൊത്തം പിടിക്കും. കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. NDA സിനിമാ നടന്മാരെയും നടിമാരെയൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ സ്ഥാനാർത്ഥികളായിട്ട്. അപ്പൊ അവര് ജയിച്ചു വരുമെന്ന് ഞാൻ ചോദിക്കുന്നത്. സുരേഷ് ഗോപി ആയിരിക്കും മോളെ ഉദ്ദേശിച്ചത്. സുരേഷ് ഗോപി മത്സരിക്കുന്നില്ല. പിന്നെ കൃഷ്ണകുമാർ മത്സരിക്കുന്നില്ല. പിന്നെ അത് ഏതാണ് പറഞ്ഞേക്കുന്നത്? അതൊന്നും എനിക്കറിയാൻ വേണ്ട. പാർട്ടിക്ക് വേണ്ടത് പോസ്റ്റ് ഒട്ടിക്കാനും അവർക്ക് കൊടി പിടിക്കാനും വേണ്ട ആൾക്കാരെ വേണ്ടത്. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിഷ്പക്ഷനായ ഒരാളാണ് ഞാൻ. നിഷ്പക്ഷനാണ്, പക്ഷേ BJP വരട്ടെ. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ. ചേട്ടന്റെ അഭിപ്രായം എന്താ? ആരായിരിക്കും ഇനി അധികാരത്തിൽ വരിക? കുഴപ്പമില്ലാതാണ് രാഷ്ട്രീയ ഭരണം പോകുന്നത്. ഇപ്പം പല ഡീലുകൾ ആരോപിക്കുന്നുണ്ടല്ലോ, ശരിക്കും ഡീലുണ്ടോ? என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ ഒരു ഡീലും ഇതേ സംബന്ധിച്ചില്ല. എന്തായിരുന്നു മനസ്സിൽ നാണം എന്താ ഇത്ര നാണം? പഴയ കാമുകിനെങ്ങനെ ആലോചിച്ചോ? ഒരിടവേള.